നമസ്കാരം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തവണ തോൽവി ഏറ്റുവാങ്ങിയ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഭരിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവിന്റെ കടമ, കർത്തവ്യം, ഉത്തരവാദിത്തം എന്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. ജോസ് സോറസിന്റെ PR ഏജൻസികൾ പറയുന്നതനുസരിച്ച് രാവിലെ എണീക്കുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന് PR ടീം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. പാർലമെന്റിൽ എന്ത് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പൊതുയിടങ്ങളിൽ എങ്ങനെയൊക്കെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഭാരതത്തിനോട് ഒരല്പം പോലും സ്നേഹമോ കൂറോ ഒന്നുമില്ലാത്ത ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെയാണ് പ്രിയങ്കയ്ക്കും സോണിയാഗാന്ധിക്കും. അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇവർ ഭാരതത്തിൽ ഭരിച്ച ആ സമയത്തെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 90-ലധികം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു. അവസാനത്തേത് ഡൽഹിയിലാണ്. തലയിൽ മുണ്ടിട്ട് നടക്കാവുന്ന രീതിയിൽ ഒരു സീറ്റ് പോലും ദില്ലിയിൽ കോൺഗ്രസിന് കിട്ടിയില്ല. ബീഹാറിൽ ഇപ്പോൾ തോൽവി ഏറ്റവും കൂടുതൽ ഉറപ്പായി എന്ന് മനസ്സിലാക്കിയതോടെയാണ് രാഹുലിന് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയും മോദിക്ക് നേരെയും തിരിഞ്ഞത്. രാഹുലിന്റെ ഉപദേഷ്ടാവ് തന്നെ പറയുന്നുണ്ട്, നമുക്ക് വ്യക്തമായ തെളിവില്ല കോടതിയെ സമീപിക്കാൻ. കാരണം കോടതിയിൽ സമീപിക്കണമെങ്കിൽ തെളിവ് വേണം. ആകെ പറ്റുന്നത് ഒരു ആരോപണം ഉന്നയിക്കുക, ജനങ്ങളെ മനസ്സിൽ ഒരു സംശയം സൃഷ്ടിക്കുക എന്നതാണ്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ്, എവിടെയാണ് ശരി, എന്താണ് തെറ്റെന്നത്. കൂടാതെ രാഹുലിന്റെ കൂറും രാഹുലിന്റെ ഇഷ്ടവും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെയാണ്. അതുകൊണ്ടാണ് രാഹുലിന്റെ വിശ്വഗുരു എന്ന് പറയുന്ന സാം പിത്രോദ പറഞ്ഞത്, എനിക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ പോകുമ്പോൾ എൻ്റെ സ്വന്തം വീട് പോലെയാണ് തോന്നുന്നതെന്ന്. ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ എത്തുമ്പോൾ എൻ്റെ ഒരു കുടുംബത്തിലെത്തിയ ഒരു ഫീൽ എന്നാണ് സാം പിത്രോദ കമന്റ് ചെയ്തത്. പക്ഷെ പ്രതിഷേധം ശക്തമായതോടെ പിത്രോദ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എൻ്റെ വ്യാഖ്യാനം വളച്ചൊടിക്കുന്നു, എൻ്റെ പ്രസ്താവന എല്ലാവരും വളച്ചൊടിക്കുന്നു എന്നൊക്കെയാണ് വിശദീകരണം. സ്വാഭാവികമായിട്ടും മനസ്സിലിരിപ്പ് എന്താണോ അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. അതാണ് ഒരു സൈക്കോളജി. പൊതുവെ പാകിസ്ഥാന് സ്തുതിപാടലും ഇന്ത്യ ഇകഴ്ത്തലും ആണ് ഇപ്പോൾ കോൺഗ്രസ് പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ രാജ്യത്ത് ഒരു കലാപമുണ്ടാക്കി നരേന്ദ്രമോദി സർക്കാരിനെ താടിയിറക്കി ഒരു ഇടക്കാല ഭരണം ഉണ്ടാക്കാം, അതായത് നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ഉണ്ടാക്കിയതുപോലെ ഒരു ഇടക്കാല ഭരണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ ഒരു ഗവേഷണത്തിലാണ് രാഹുൽ ഗാന്ധി. എന്തായാലും അതിനൊരു സ്ഥിതി എന്തായാലും കേരളത്തിലെ ജനങ്ങൾ കൊണ്ടുവരില്ല. കാരണം പഹൽഗാമിൽ തന്നെ നമുക്കറിയാം, പാകിസ്ഥാൻകാര് ഇന്ത്യക്കാരെ, ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊന്നപ്പോൾ പോലും ഹിന്ദു മുസ്ലിം കലാപമാണ് ഇവർ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാനും ഈ ഡീപ് സ്റ്റേറ്റുമൊക്കെ ലക്ഷ്യമിട്ടത്, രാജ്യദ്രോഹികളൊക്കെ ലക്ഷ്യമിട്ടത്. പക്ഷേ അതൊന്നും തന്നെ സംഭവിക്കാതെ ഫസ്റ്റ് അവരുടെ മിഷൻ തന്നെ ഭാരതീയർ തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തു. ഈ രാജ്യത്ത് നടക്കുന്ന, നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള കർഷക സമരമായിക്കോട്ടെ, പൗരത്വവുമായി ബന്ധപ്പെട്ട സമരമായിക്കോട്ടെ, എന്ത് കലാപം അല്ലെങ്കിൽ ഒരു സമരമായിക്കോട്ടെ, അതിന്റെ പിന്നിലെല്ലാം ഒരു വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. എഴുത്തുകാരി അരുന്ധതി റോയുടെ പാകിസ്ഥാൻ അനുകൂല വീഡിയോ വരെ ഇപ്പോൾ അവർക്ക് പാകിസ്ഥാനോടുള്ള സ്നേഹം തുറന്നു കാട്ടുന്നത് തന്നെയാണ്. നേപ്പാളും ബംഗ്ലാദേശും ഈയിടെ ജനാധിപത്യ രീതിയിൽ അധികാരത്തിലിരുന്ന സർക്കാരുകളെ അട്ടിമറിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ രാജ്യങ്ങളാണ്. ഇവിടുത്തെ യുവാക്കൾ ആ കലാപങ്ങൾക്ക് നേതൃത്വം നൽകി. ബംഗ്ലാദേശിലേത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ കലാപമായിരുന്നുവെങ്കിൽ നേപ്പാളിൽ കലാപത്തിന് പിന്നിൽ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന കൗമാര വിഭാഗമായിരുന്നു. പക്ഷേ ഈ രണ്ട് കലാപത്തിന് പിന്നിലും അമേരിക്കയിൽ നിന്നുള്ള ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന NGO സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. രാജ്യത്ത് അങ്ങനത്തെ ഒരു കലാപം ഉണ്ടാക്കാൻ പലതവണ ശ്രമിച്ചപ്പോഴും നമ്മളത് വ്യക്തമായി തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.